Hi, welcome back to Excel Skill Corner. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് യൂസിങ് ഫോർമുലാസ്. പലപ്പോഴും നമുക്ക് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് യൂസ് ചെയ്യേണ്ടി വരാറുണ്ട്. ഇപ്പം നമ്മളൊരു ക്ലയൻറ്റ് ഫോളോ അപ്പ് ആക്ഷനാണ്. എല്ലാ സർവീസിലും നമുക്ക് ഒരു ക്ലയൻറ്റ് ഫോളോ അപ്പ് ആക്ഷൻ വരാറുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ എക്സാമ്പിൾ നെയിം രാമചന്ദ്രൻ തീരക്ക് റോയ് എല്ലാവരും. ഇതിൻ്റെ സ്റ്റാറ്റസ് ആയിട്ട് യെസ് ഓർ നോ ടൈപ്പ് ചെയ്യാറ്. സാധാരണ ക്ലയൻറ്റ് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി. ഇതിന് നമുക്ക് എങ്ങനെ കണ്ടീഷണൽ ഫോർമാറ്റിൽ കൊണ്ടുവന്ന് നമുക്കൊരു സിസ്റ്റമായിട്ട് കൊണ്ടുവരാൻ പറ്റുമെന്ന് നോക്കാം. ഇപ്പോൾ ഞാൻ ഇത്രയും ഏരിയ സെലക്ട് ചെയ്യാണ്. ഇതിന് ഞാൻ ഡിഫറെൻറ്റ് കളർ കൊടുക്കുകയാണ്. ഈ ഡിഫറെൻറ്റ് കളർ കൊടുക്കാൻ നമ്മൾ കണ്ടീഷണൽ ഫോർമാറ്റിങ്ങിൻ്റെ ഒരു ഓപ്ഷനാണ് ചെയ്യണത്. ന്യൂ റൂൾസിൽ വന്നിട്ട് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ക്ലിക്ക് ചെയ്യുക. ഇല്ല ന്യൂ റൂളിൽ വന്നിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യൂസ് എ ഫോർമുല പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്. ഈ ഫോർമുല ഞാനൊരു കണ്ടീഷൻ കൊടുക്കുകയാണ്. കാരണം ഇത് ബ്ലാങ്ക് ആണെങ്കിൽ ഇസ് ഈക്വൽ ടു ബ്ലാങ്കിൽ ഞാൻ ഫോർമുല ഉപയോഗിച്ച് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ഇപ്പോൾ സെലക്ട് ചെയ്യണം B7 സെലക്ട് ചെയ്ത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. കാരണം ഈ കണ്ടീഷനിൽ ഇത് ബ്ലാങ്ക് ആണെങ്കിൽ കളറില്ല, ബ്ലാങ്ക് ആണെങ്കിൽ ഇതിന് നമ്മൾ ഫിൽ കളർ കൊടുക്കുകയാണ്. ഇപ്പോൾ ബ്ലൂ കളർ ഫിൽ കളർ കൊടുക്കുകയാണ്. ഓക്കെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ബ്ലാങ്ക് ആയിട്ടുള്ള ഓപ്ഷനിലൊക്കെ കളർ വന്നിട്ടുണ്ട്, ബ്ലൂ വന്നിട്ടുണ്ട്, അല്ലാത്തൊക്കെ നോ കളർ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വീണ്ടും അതിൽ എസ് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് ബ്ലൂ കളർ പോകും. സോ ഇതിലുള്ള ബെനിഫിറ്റ് എന്താ വെച്ചാൽ നമുക്ക് ഒരു വലിയ ഫയലൊക്കെ ആണെങ്കിൽ ഇതേപോലെ തന്നെ ഫിൽട്ടർ ചെയ്യാൻ സാധിക്കാന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളിവിടെ സെലക്ട് ചെയ്ത് ഫിൽട്ടർ ചെയ്താൽ നമുക്ക് ഓപ്ഷൻ ചെയ്തിൽ ഏതൊക്കെയാണ് ബ്ലാങ്ക് വന്നിട്ടുള്ളതും ഏതൊക്കെയാണ് കളർ വന്നിട്ടുള്ളത് നമുക്ക് കണ്ടുപിടിക്കാനും അതിൻ്റെ പെൻഡിങ്ങിൽ തന്നെ ഒരു ഫോളോ അപ്പ് ആക്ഷൻ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ ഫിൽട്ടർ ബൈ കളർ കൊടുത്തു കഴിഞ്ഞാൽ ബ്ലൂ കളർ വന്നു കഴിഞ്ഞാൽ ഇത്രയും കോൾസ് പെൻഡിങ് ആണ്. അപ്പോൾ ഈ പെൻഡിങ്ങിൻ്റെ കോൾ കണ്ടുപിടിക്കാനും അതിന് നമുക്കൊരു കറക്റ്റീവ് ആക്ഷൻ എടുക്കാൻ സാധിക്കും. സോ ഇത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൂളാണ് ഓഫീസ് മാനേജ്മെൻറ്റിൽ. സോ ഇത് തീർച്ചയായും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ബൈ. താങ്ക് യു.